എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് നാളായിട്ട് CHSലിൻ്റെ ഒരു സീരീസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ്. CHSലിന് കുറച്ച് ദിവസമേ നമുക്ക് കയ്യിൽ ബാക്കിയുള്ളൂ. അപ്പോൾ മാക്സിമം നല്ലപോലെ ഒരു പ്രാക്ടീസ് നിങ്ങൾ കൊടുക്കേണ്ട ഒരു സമയമാണ്. ഒരു 1.5 മാസത്തിനകത്ത് അല്ലെങ്കിൽ ഒരു മാസത്തിനകത്ത് നമുക്ക് എക്സാം വരും. അപ്പോൾ ആ ടൈമിലേക്ക് നമ്മൾ അത്യാവശ്യം നല്ലപോലെ നല്ലപോലെ സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയിലേക്ക് കൊണ്ടുവരണം നമ്മുടെ ഒരു മാർക്കൊക്കെ. അപ്പോൾ നമുക്ക് റീസണിങ് ആണ്. നമുക്ക് റീസണിങ്ങിനകത്ത് ഓൾറെഡി നമ്മളൊരു 2 ക്ലാസ് ഓൾറെഡി പോയിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ നോക്കുന്നത് ഡയറക്ഷൻ ആൻഡ് മിസ്സിംഗ് നമ്പേഴ്സ് എന്നൊരു ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു ബേസിക് ആയിട്ടുള്ള ടോപ്പിക് നമുക്ക് പറയാം. ഡയറക്ഷൻ നമുക്ക് എപ്പോഴും പറയാവുന്ന ഒരു ബേസിക് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഡയറക്ഷൻ. നമുക്ക് പറയാം, നമുക്ക് റീസണിങ്ങിനകത്ത് ഏറ്റവും സിമ്പിൾ ടോപ്പിക്കാണ് ഡയറക്ഷൻ ഞാൻ പറയും. ഓക്കെ, കാരണം ഇപ്പോൾ നിങ്ങളൊരു എക്സാമിന് പോകുന്ന സമയത്ത് നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ പോലും ഒരു എക്സാമിന് പോകുമ്പോഴത്തേക്കും ഡയറക്ഷൻ്റെ ക്വസ്റ്റ്യൻ കിട്ടിയാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനത്തെ ഒരു ടോപ്പിക്കാണ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ മിസ്സിംഗ് നമ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ് മിസ്സിംഗ് നമ്പർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ നമ്പർ സീരീസ് എന്ന് പറയും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു മിസ്സിംഗ് നമ്പർ എന്നൊരു ടോപ്പിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്ന അറിയാം, യൂട്യൂബ് ചാനൽ നമ്മൾ പോകുന്നത് എന്താണ്, ഒരു മെയിനായിട്ട് നമ്മൾ ചോദിച്ചൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഐഡിയ ആണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഡയറക്ഷൻ്റെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ജസ്റ്റ് നിങ്ങളൊന്ന് എന്ത് ചെയ്യുക, ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതിന് ശേഷം ക്ലാസ് എക്സ്പ്ലനേഷൻ ഒക്കെ നോക്കുന്നതായിരിക്കും ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത്. ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ ക്ലാസ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഞാനിവിടെ ഒരു ഡയറക്ഷൻ്റെ ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്, അതൊരു പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ CHSL എക്സാമിന് ഡയറക്ഷൻ ഒരുപാട് അങ്ങനെ ചോദിച്ചിട്ടൊന്നുമില്ല, എങ്കിലും ഡയറക്ഷൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഡയറക്ഷൻ ടോപ്പിക് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമുള്ള ടോപ്പിക്കാണ് നമുക്കറിയാം. അപ്പോൾ ഒരാളുടെ പാത്താണ് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഞാനൊന്ന് മാറിത്തരാം. നിങ്ങളൊന്ന് ക്വസ്റ്റ്യൻ ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് ചെയ്ത് നോക്കാം, എന്നിട്ട് നമുക്ക് ആൻസറിലേക്ക് വരാം. ഓക്കെ, അപ്പം നോക്കാം. നമുക്ക് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നത് ഡയറക്ഷൻ്റെ ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും നമ്മൾ ആദ്യം ചെയ്യുന്നത് ഡയറക്ഷൻ്റെ ഒരു ബേസ് വരയ്ക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്. ഈ ബേസ് ഒന്ന് നമ്മൾ ആദ്യം വരച്ച് വെക്കും. ഇത് വരച്ച് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ ചെയ്തു തുടങ്ങുന്നത്, അല്ലേ? ഒരാളുടെ പാത്ത് പറയുമ്പോൾ ആ പാത്ത് വരയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ടും ചെയ്യുന്നത്. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്: അഭിഷേക് സ്റ്റാർട്ടഡ് ഫ്രം എ പോയിന്റ് എ ആൻഡ് വാക്ക്ഡ് 15 മീറ്റർ ടുവേർഡ്സ് സൗത്ത്. സൗത്തിലേക്ക് അഭിഷേക് എന്ത് ചെയ്യുന്നു, ജേർണി സ്റ്റാർട്ട് ചെയ്യാണ്. ഒരു എ എന്ന് പറഞ്ഞ പോയിന്റ് എന്നാണ് എന്ത് ചെയ്യുന്നത്, ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താ സ്റ്റാർട്ട് ചെയ്യണം, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പം എ എന്ന് പറയുന്ന പോയിന്റ് ഇതാണെന്ന് വെക്കുക. ഇവിടെ നിന്ന് അഭിഷേക് ഒരു 15 മീറ്റർ നടന്നു. ഹി ടേൺ ലെഫ്റ്റ് ആൻഡ് വാക്ക്ഡ് 20 മീറ്റേഴ്സ്. ഓക്കെ, ശ്രദ്ധിക്കുക, പൊതുവേ മിസ്റ്റേക്ക് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ സൈഡിലേക്ക് നമ്മൾ എടുക്കും. സൗത്തിലേക്ക് പോകുമ്പോൾ താഴേക്ക് പോകുന്ന ആളുടെ ലെഫ്റ്റ് ഈ സൈഡിലേക്കാണ്, അത് തെറ്റിപ്പോരുത്. ഈ സൈഡിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ഒരു 20 മീറ്റേഴ്സ് പോകുന്നത്. സാധാരണ രീതിയിൽ നമുക്ക് മിസ്റ്റേക്ക് വരുന്നൊരു സ്ഥലമാണ് ഈ ലെഫ്റ്റ് റൈറ്റും ചേഞ്ച് ചെയ്ത് പോകുന്നില്ല, ലെഫ്റ്റ് റൈറ്റ് മാറിപ്പോകുന്നത്. സൗത്തിലേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് റൈറ്റാണ് പലരും തെറ്റിക്കുന്നത് കൂടുതലും. അതൊന്ന് ശ്രദ്ധിച്ചേക്കുക നിങ്ങൾ. ഓക്കെ, അപ്പോൾ 20 മീറ്റർ പോകുന്നു. ഹി ദെൻ ടേൺ ലെഫ്റ്റ് അഗെയിൻ ആൻഡ് വാക്ക്ഡ് 15 മീറ്റേഴ്സ്. വീണ്ടും ലെഫ്റ്റ് തിരിയാണ്. അപ്പോൾ നമുക്കറിയാം ഇങ്ങനെ പോകുന്ന ഒരാളുടെ ലെഫ്റ്റ് മുകളിലേക്കാണ്. മുകളിലേക്ക് എന്താണ്, ഒരു 15 മീറ്റർ ആണ് പോകുന്നത്. അപ്പോൾ മുകളിലേക്ക് 15 ആയിരിക്കും. നമുക്ക് ഓൾറെഡി അറിയാം ഇത് 15 ആണെങ്കിൽ മുകളിലേക്ക് വരയ്ക്കുന്ന 15 എന്തായിരിക്കും, സെയിം ആയിരിക്കും, അല്ലേ? ഈ ലെങ്ത് രണ്ടും സെയിം ആയിരിക്കും, കാരണം 15 തന്നെയാണ് അവർ പറയുന്നത്, അല്ലേ? ഹി അഗെയിൻ ടേൺ ലെഫ്റ്റ് ആൻഡ് വാക്ക് 35 മീറ്റർ. വീണ്ടും എന്ത് ചെയ്യുന്നു, ലെഫ്റ്റ് തിരിയെന്നാണ് പറയുന്നത്. അപ്പോൾ നോക്കാം, ഇവിടെ നിന്ന് ലെഫ്റ്റ് തിരിയാൻ എങ്ങോട്ട് ആരും മുകളിലേക്ക് പോകുന്ന ഒരാൾ ലെഫ്റ്റാണ്. ശ്രദ്ധിക്കാം, മുകളിലേക്കാണ് അയാൾ പോയത്. ലെഫ്റ്റ് തിരിയാവുന്ന ഈ ഒരു സൈഡിലേക്കാണ്. ഈ സൈഡിലേക്ക് എത്രയാണ് പോകുന്നത്, 35 മീറ്റേഴ്സ് ആണ് പോകുന്നത്. നമ്മൾ നോക്കാം, നമുക്ക് ഓൾറെഡി അറിയാം ഇതൊരു 20 ആണെന്ന് അറിയാം. അപ്പം ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് മുതൽ എത്രയായിരിക്കും, 20 ആണെന്ന് നമുക്കറിയാം. ബാക്കി 35 എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം, അതിനേക്കാൾ കൂടി നിൽക്കണം. നിൽക്കണം, ഇതായിരിക്കും ആ 35 എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് റീച്ച്ഡ് എ പോയിന്റ് ബി എന്ന് പറയുന്നുണ്ട്. ബി എന്ന് പറയുന്ന പോയിന്റിൽ എത്തി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് അയാളുടെ ഒരു ടോട്ടൽ ജേർണി എന്ന് പറയുന്നത്. നമ്മൾ പാത്ത് വരച്ചു കഴിഞ്ഞു. ഇനി ക്വസ്റ്റിനിലേക്ക് പോകണം. എന്താ ചോദിക്കുന്നത്, ഹൗ ഫാർ ആൻഡ് ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് പോയിന്റ് ബി വിത്ത് റെസ്പെക്ട് ടു പോയിന്റ് എ. പോയിന്റ് എനെ വെച്ച് നോക്കുമ്പോൾ, പോയിന്റ് എയിൽ നിന്ന് നിങ്ങൾ നോക്കുമ്പോൾ ബി എന്ന് പറയുന്ന പോയിന്റ് ഏത് ഡയറക്ഷനിലാണ്, എത്ര അകലെയാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പം നിങ്ങൾ ഇതാണ് എ എന്ന് പറയുന്ന പോയിന്റ്. എ എന്ന് പറയുന്ന പോയിന്റിൽ നിങ്ങൾ ബിയിലേക്ക് നോക്കണമെങ്കിൽ നിങ്ങൾ ഈ ഒരു ഡയറക്ഷനിൽ വേണം നോക്കാനായിട്ട്, അല്ലെ? ഈ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതാണ്, വെസ്റ്റ് ഡയറക്ഷനാണ്, അല്ലേ? എയിൽ നിന്ന് നിങ്ങൾ ബിയിലെ നോക്കണമെങ്കിൽ ഈ ഒരു ഡയറക്ഷനിലേക്ക് നോക്കണം, അത് വെസ്റ്റ് ഡയറക്ഷനാണ്. ഇപ്പോൾ വെസ്റ്റ് ഉള്ള ഒരു ആൻസർ മാത്രമേ ഉള്ളൂ. നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതായിരിക്കും നമുക്ക് ആൻസർ വരിക.
പിന്നെ എന്താണ് ഹൗ ഫാർ എന്ന് ചോദിക്കുന്നുണ്ട്, എത്ര അകലെയാണെന്ന്. അപ്പോൾ നമുക്കറിയാം ഹൗ ഫാർ എന്നോ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്നോ പറഞ്ഞ് നമ്മൾ ചോദിച്ചാൽ നമ്മൾ എന്താ ചെയ്യാം, ആ 2 പോയിന്റ് തമ്മിലുള്ള അകലം, ഒരു സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് അത് എത്രയാണെന്ന് കണ്ടുപിടിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ അറിയാം ഇത് മൊത്തം 35 നമുക്ക് പറഞ്ഞിട്ടുണ്ട്, ഇത്രയും എത്രയാണ് 20 ആണ്. അപ്പം മൊത്തം 35 ആകുമ്പോൾ ഇത്രയും 20 ആകുമ്പോൾ ബാക്കിയുള്ള 15 ആയിരിക്കും എന്ത് ചെയ്യാം ഇവിടെ വരിക. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും 15 മീറ്റർ വെസ്റ്റ്. വെസ്റ്റ് എന്ന് കിട്ടുമ്പോൾ തന്നെ നമുക്ക് ആൻസർ ഇതേ ഉള്ളൂ, വെസ്റ്റ് ഉള്ളത്. വേറെ വെസ്റ്റുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പിന്നെയും ഡിസ്റ്റൻസ് കൂടെ കൃത്യമായിട്ട് നോക്കണം. എങ്കിലും ഇവിടെ നമ്മൾ നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് ആൻസറിലേക്ക് പറയാൻ പറ്റും. അങ്ങനെ എളുപ്പമുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാണ്. ഓക്കെ, ഒന്ന് പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഇവിടെ പറഞ്ഞിങ്ങനെയാണ്, കാർത്തിക് സ്റ്റാർട്ടഡ് വാക്കിംഗ് ഫ്രം എ മാൾ. ഫസ്റ്റ് ഓഫ് ഓൾ ഹി ടേൺ 8 മീറ്റർ ടുവേർഡ്സ് 8 കിലോമീറ്റർ ആയിരിക്കും ഡിസ്റ്റൻസ് അവിടെ പറഞ്ഞില്ല, 8 എന്ന് മാത്രമേ പറഞ്ഞു, 8 കിലോമീറ്റർ ടുവേർഡ്സ് ദ നോർത്ത് ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഡയറക്ഷൻ്റെ ക്വസ്റ്റ്യൻ കിട്ടിയ ഉടനെ നമ്മൾ എന്ത് ചെയ്യും, നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് വരച്ച് വെക്കും. ആദ്യം നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് ആദ്യം വരച്ച് വെക്കും. എന്നിട്ട് അയാൾ എന്ത് ചെയ്യുന്നു, കാർത്തിക് സ്റ്റാർട്ടഡ് വാക്കിംഗ് ഫ്രം എ മോൾ, ഒരു മോളിൽ നിന്നാണ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. നേരത്തെ ഒരു എ എന്ന് പറയുന്ന പോയിന്റ് എന്ന് പറഞ്ഞു, ഇവിടെ ഒരു മോൾ എന്ന് പറഞ്ഞു. ഫസ്റ്റ് ഓഫ് ഓൾ ഹി ടേൺഡ് 8 കിലോമീറ്റർ ടുവേർഡ്സ് നോർത്ത്, നോർത്തിലേക്ക് 8 കിലോമീറ്റർ നടക്കുന്നു എന്നാണ് അയാൾ പറയുന്നത്. നോക്കുക, ആദ്യം 8 മീറ്റർ നടക്കുവാണ്. ഓക്കെ, 8 മീറ്റർ അയാൾ നോർത്തിലേക്ക് നടക്കുകയാണ്. ഇത് മാളാണെന്ന് ചോദിക്കുക, എം എന്ന് കൊടുക്കുകയാണ് ഞാൻ. ഫ്രം ദെയർ ഹി ടേൺഡ് ടു ദ റൈറ്റ് ആൻഡ് വെന്റ് 3 കിലോമീറ്റർ. അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, റൈറ്റ് തിരിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതാ ഇങ്ങനെ പോകുന്ന ഒരാളുടെ റൈറ്റ് തിരിയാന്ന് വെച്ചാൽ കണ്ടാ ഈ സൈഡിലേക്കാണ് അല്ലേ. എത്രയാണ് പോയത്, ഒരു 3 ആണ് പോയത് അയാൾ, കണ്ടോ. ആഫ്റ്റർ ദാറ്റ് ഹി ടേൺഡ് ടു ദ റൈറ്റ് ആൻഡ് ടേൺഡ് 5 കിലോമീറ്റർ എന്ന് പറയുന്നത്. പിന്നെ അയാൾ എന്ത് ചെയ്യുന്നു, വീണ്ടും റൈറ്റ് തിരിയണം. അപ്പോൾ ഇങ്ങനെ പോകുന്ന റൈറ്റ് കൊണ്ട് താഴോട്ടല്ലേ, താഴേക്ക് എത്രയാണ് പോകുന്നത്, ഒരു 5 ആണ്. അപ്പോൾ നമുക്ക് ഇത് 8 ആകുമ്പോൾ, ഇത് 8 ആകുമ്പോൾ 5 ഉറപ്പായിട്ട് അതിനേക്കാൾ ചെറുതായിരിക്കണം. ഏകദേശം എന്താ ഇത്രയും വരെ. ഓക്കെ, 5 എടുത്തു. പിന്നെ എന്താ പറയുന്നത്, ആഫ്റ്റർ ദിസ് ഹി ടേൺഡ് ടു ദ റൈറ്റ് ആൻഡ് വോക്ക്ഡ് 7 എന്നാണ് ഉദ്ദേശിക്കുന്നത്. ടേൺഡ് അല്ല, വോക്ക്ഡ് എന്നായിരിക്കും. ഓക്കെ, വോക്ക്ഡ് 7 എന്നാണ്. അപ്പം ഇവിടെ നിന്ന് വീണ്ടും റൈറ്റ് തിരിയാണ് ചെയ്യുന്നത്. അപ്പോൾ താഴേക്ക് പോകുന്ന ആളുടെ റൈറ്റ് എങ്ങോട്ടാണ്, ഈ സൈഡിലേക്കാണ്. എത്രയാ, 7 ആണ് പോകുന്നത്. നമുക്കറിയാം ഇതൊരു 3 ആണെന്ന് അറിയാം. അപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ 7 പോകുമ്പോൾ ഇത്രയും വരും, കണ്ടോ. ഇതാണ് അയാളുടെ ജേർണി എന്ന് പറയുന്നത്. എനിക്ക് ചോദിക്കുന്നത്, വാട്ട് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം ദ മോൾ ടു ദ ലാസ്റ്റ് പ്ലേസ് ഓഫ് കാർത്തിക്. ഓക്കെ, മോളിൽ നിന്ന് ലാസ്റ്റ് പ്ലേസ് വരെയുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്താണ്. അതായത് ഈ പോയിന്റും ഈ പോയിന്റ് നമ്മൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് ചോദിക്കുന്നത്. നമുക്കറിയാം ഈ 2 പോയിന്റ് നമ്മൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്യും, ഈ 2 പോയിന്റ് നമ്മൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കും. ഓക്കെ, ഈ സ്ട്രെയിറ്റ് ലൈൻ്റെ ലെങ്ത് എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഇത് റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ കൺസെപ്റ്റ് യൂസ് ചെയ്ത് പൈതഗോറസ് തിയറം യൂസ് ചെയ്താണ് നമ്മൾ ചെയ്യുന്നത്, നമുക്കറിയാം അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു ലെങ്ത് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരണം. ഇത് ഹൈപ്പോട്ടന്യൂസ് ആകുന്ന രീതിയിൽ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വേണം. പക്ഷേ അത് അവിടെ ഓൾറെഡി ഉണ്ട്, നമുക്കത് കാണാൻ പറ്റും. ഇതാണ് ആ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഇവിടെ കിടപ്പുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഹൈപ്പോട്ടന്യൂസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ഫോർമുല ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കണമെങ്കിൽ റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ്. അവിടെ ബേസും ഓൾട്ടിറ്റ്യൂഡ് നിങ്ങൾക്ക് കിട്ടണം. നിങ്ങൾ നോക്കുക, ബേസ് എന്ന് പറയുന്നത് ഇതാണ് ഇവിടെ അല്ലേ, ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇതായിരിക്കും, കണ്ടോ. ഈ 2 ഡിസ്റ്റൻസ് നമുക്ക് അറിഞ്ഞാലേ നമുക്ക് എന്താണ് ഈ ഫോർമുല യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഡിസ്റ്റൻസ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം, ഇത് 7 അല്ല, ഇവിടെ 7 കിടന്ന് പെട്ടെന്ന് ചാടിക്കരുത്, 7 നിർത്തുള്ളത്. ഇത് ടോട്ടലാണ് 7 കേട്ടോ. ഇത് ടോട്ടൽ 7 ആകുമ്പോൾ ഇത്രയും എത്രയാണെന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഒരു ഡിസ്റ്റൻസ് 3 ആണെങ്കിൽ ബാക്കിയുള്ള 4 ആയിരിക്കും എന്ത് ചെയ്യാം ഇവിടെ വരിക. ടോട്ടൽ 7 ആണ്, ബാക്കി ഇവിടെ വരുന്ന 3 എന്താണ് 4 ആണ്. അതുപോലെ ടോട്ടൽ 8 ആണ്, ഇത്രയും 5 ആണ്. അപ്പോൾ ബാക്കിയുള്ള 3 ആയിരിക്കും എന്ത് ചെയ്യാം ഇവിടെ വരാം. 4ഉം 3 ആണ് എന്ത് ചെയ്യുന്നത്, ബേസ് ഓൾട്ടിറ്റ്യൂഡ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. എന്നിട്ട് നമുക്ക് ഫോർമുല നമുക്കറിയാം 4ഉം 3ഉം എന്നാൽ 5 വരെയുള്ള നമുക്ക് അറിയാം. 5 ആൻസറിൽ കിടപ്പുണ്ട്. എങ്കിലും ഫോർമുല അപ്ലൈ ചെയ്യണമെങ്കിൽ റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ 4ന്റെ സ്ക്വയർ പ്ലസ് 3ന്റെ സ്ക്വയർ 16 പ്ലസ് 9 റൂട്ട് 25 5 എന്ന ആൻസർ കിട്ടും, 5 കിലോമീറ്റർ. ഓക്കെ, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. അതിൽ ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല, സ്പീഡിൽ ചെയ്യാം. അതാണ് മെയിനായിട്ട് ആവശ്യം. നിങ്ങൾക്ക് ഡയറക്ഷൻ ഒരു ക്വസ്റ്റ്യൻ കണ്ട ഉടനെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, ബേസ് വരയ്ക്കുക. ഉടനെ നിങ്ങൾ എന്ത് ചെയ്യുക, പാത്താണെങ്കിൽ പാത്ത് പെട്ടെന്ന് വരച്ച് പോകാൻ അത് മെയിനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് ടൈം ഇതിൻ്റെ പുറകിൽ, ഈ ഒരു ടോപ്പിക്കിൻ്റെ പുറകിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യരുത്. അതാണ് നിങ്ങൾ മെയിനായിട്ട് വേണ്ടത്. ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുമ്പോൾ ഈ ഒരു ടോപ്പിക്ക് വരുമ്പോൾ നിങ്ങൾ നല്ലപോലെ എന്ത് ചെയ്യാം, സ്പീഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, സ്പീഡിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കും. ഒരുപാട് പേര് ഒരുപാട് ടൈം എടുത്തൊക്കെ പാത്ത് വരയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ആകാതിരിക്കാൻ മാക്സിമം നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ, രാകേഷ് സ്റ്റാർട്ട്സ് വാക്കിംഗ്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം.
അവർ പറഞ്ഞിങ്ങനെയാണ്, രാകേഷ് സ്റ്റാർട്ട്സ് വാക്കിംഗ് ഫ്രം ഹിസ് ഹൗസ് ആൻഡ് ദെൻ ടേക്സ് 2 ലെഫ്റ്റ് ടേൺസ് ആൻഡ് 1 റൈറ്റ് ടേൺ ടു റീച്ച് ദ മാർക്കറ്റ്. ഇഫ് ഹി ഈസ് ഫേസിംഗ് നോർത്ത് ഓൺ റീച്ചിങ് ദ മാർക്കറ്റ്, in which direction was Ragesh facing when he started from his house? ഓക്കെ, അപ്പോൾ ഇവിടെ ആക്ച്വലി എന്താണ് ഇനിഷ്യൽ ഡയറക്ഷൻ ഒന്നും പറയുന്നില്ല. അപ്പം നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബേസ് ആദ്യം വരയ്ക്കും, നമ്മുടെ ബേസ് വരയ്ക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇനിഷ്യൽ ഡയറക്ഷൻ പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യമാണ്, ഇനിഷ്യൽ ഡയറക്ഷൻ പറഞ്ഞിട്ടില്ലാത്ത ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും നിങ്ങൾ എന്ത് ചെയ്യാം, ഇഷ്ടമുള്ള ഡയറക്ഷൻ നിങ്ങൾ വരച്ചു തുടങ്ങാം. ഇഷ്ടമുള്ള ഡയറക്ഷൻ നിങ്ങൾ എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ പറയുമ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് നോക്കുക, ഇങ്ങനെ മുകളിലേക്കാണ് അയാൾ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കുക. ഓക്കെ, എൻ്റെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യുന്നു, ആദ്യം 2 ലെഫ്റ്റ് എടുക്കുന്നു പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പോകുന്ന ഒരാൾ ഫസ്റ്റ് ഒരു ലെഫ്റ്റ് എടുക്കുന്നു. ഓക്കെ, ഓക്കെ നോക്കണം, ഇങ്ങനെ ഒരു പോകുന്ന ഒരാൾ ഫസ്റ്റ് ഒരു ലെഫ്റ്റ് എടുക്കുന്നു, ദാ ഇങ്ങോട്ട് പോകുന്നു. അത് വീണ്ടും എന്ത് ചെയ്യുന്നു, ലെഫ്റ്റ് എടുക്കുന്നു, ദാ ഇങ്ങോട്ട് വരുന്നു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, മാർക്കറ്റ് 1 റൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു റൈറ്റ് എടുക്കുന്നു. അപ്പോൾ താഴേക്ക് പോകുന്ന ഒരാൾ റൈറ്റ് എങ്ങോട്ടാണ്, ദാ ഈ സൈഡിലേക്കാണ്. ഉണ്ടോ, ഇങ്ങനെ ജേർണി സ്റ്റാർട്ട്, ഇങ്ങനെ തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഏത് ഡയറക്ഷൻ ആണെങ്കിലും ജേർണി സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിക്കുന്നതാണ്, ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെക്കുക ഞാൻ. ഓക്കെ, എനിക്കാണെങ്കിൽ ഇങ്ങനെയും സ്റ്റാർട്ട് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല, എങ്ങനെ സ്റ്റാർട്ട് ചെയ്താലും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഞാൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് അയാളുടെ ജേർണി 2 ലെഫ്റ്റും കഴിഞ്ഞു റൈറ്റും കഴിഞ്ഞിട്ട് അയാളുടെ ജേർണി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അയാൾ നോർത്തിലേക്ക് ഫേസ് ചെയ്യുന്നു. ഇഫ് ഹി ഫേസിങ് നോർത്ത്, ഓക്കെ, ഇപ്പോൾ അയാൾ നോർത്തിലേക്ക് ഫേസ് ചെയ്യാണ്. അപ്പം ഇത് നോർത്ത് ആണ് എന്നാണ് പറയുന്നത്. നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് എന്താ പറയുന്നത്, ഇത് നോർത്ത് ആകുമെന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇത് നോർത്ത് ആകുന്ന രീതിയിൽ നമ്മുടെ ഡയറക്ഷൻ ഒന്ന് മാറ്റി വരയ്ക്കും. അല്ലെ, ഈ സൈഡ് നോർത്ത് ആണ്, കാരണം നമ്മുടെ കണ്ടീഷൻ പ്രകാരം നമ്മൾ വരച്ചപ്പോഴത്തേക്കും ഇത് നോർത്ത് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇത് നോർത്ത് ആകുന്ന രീതി നമ്മൾ എന്ത് ചെയ്യണം, ഡയറക്ഷനെ മാറ്റി വരയ്ക്കണം. നോർത്ത് താഴേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കും, ഈസ്റ്റ് ഇവിടെ വരും, വെസ്റ്റ് ഇവിടെ വരും, സൗത്ത് ഇവിടെ വരും. ഡയറക്ഷൻ്റെ ബേസ് ആണ് നമ്മൾ മാറ്റുന്നത്. ഓക്കെ, നമ്മുടെ നോർമൽ ബേസ് ഇതാണ്, പക്ഷെ അവരുടെ കണ്ടീഷൻ പ്രകാരം നമ്മൾ വരച്ചു തന്നപ്പോൾ ഇത് നോർത്ത് ആവുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് നോർത്ത് ആകുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യാതെ ഡയറക്ഷൻ മൊത്തത്തിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇനി ഡയറക്ഷൻ മൊത്തത്തിൽ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഇനി ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ ഇത് നോക്കി വേണം പറയാനായിട്ട്, അതിലേക്ക് പോകരുത്. ഓക്കെ, ഡയറക്ഷൻ്റെ ബേസ് മാറ്റി കഴിഞ്ഞാൽ മാറ്റിയ ബേസ് ഉപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്യാവും, ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാവും. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, in which direction was Ragesh facing when he started from his house? Okay, അയാളെ വീട്ടിൽ നിന്ന് ജേർണി സ്റ്റാർട്ട് ചെയ്തപ്പോൾ അയാൾ ഏത് ഡയറക്ഷനിലേക്കാണ് നോക്കിയത്. നമുക്കറിയാം ജേർണി സ്റ്റാർട്ട് ചെയ്തപ്പോൾ അയാൾ ഇങ്ങനെയല്ലേ പോയത്, അപ്പം അയാൾ മുകളിലേക്കായിരിക്കും നോക്കിയിട്ടുണ്ടാവും. മുകളിലേക്ക് നോക്കിക്കുന്ന അത് ഏത് ഡയറക്ഷനാണ്, ഈസ്റ്റ് ഡയറക്ഷനാണ്. നമ്മുടെ ആൻസർ ഈസ്റ്റ് ആയിരിക്കും. ഓക്കെ, ഇനിഷ്യൽ ഡയറക്ഷൻ പറഞ്ഞിട്ടില്ലാത്തൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരുവാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഇഷ്ടമുള്ള ഡയറക്ഷനിൽ വരച്ചു തുടങ്ങാം. ഓക്കെ, ഇവിടെ ഇപ്പം ഡിസ്റ്റൻസ് ഒന്നും പറഞ്ഞിട്ടില്ല, അവൻ ജസ്റ്റ് ഇങ്ങനെ വരച്ചതേ ഉള്ളൂ. ഞാൻ ചിലപ്പോൾ ഡിസ്റ്റൻസ് ഒക്കെ പറഞ്ഞിട്ടായിരിക്കും വരാം, അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അളവൊക്കെ എടുത്ത് ഒരു റേഷ്യോ പ്രകാരം വരയ്ക്കാൻ സാധിക്കും. ഇവിടെ അതൊന്നും പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞു, ഇവിടെ നിന്ന് വീണ്ടും ലെഫ്റ്റ് തിരിയുമ്പോൾ ഇത്രയും ഇതിൻ്റെ നേരെ താഴേക്ക് വരാൻ കേട്ടോ, നേരെ ഡിസ്റ്റൻസ് ഒക്കെ വരാം. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചതാണ്. ഇവരുടെ ഡിസ്റ്റൻസിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല ഈ ക്വസ്റ്റിന്, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ജസ്റ്റ് സിമ്പിളായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഡയറക്ഷനിൽ വരച്ചത്, ഡിസ്റ്റൻസിൽ വരച്ചത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ, ഇനീഷ്യൽ ഡയറക്ഷൻ പറഞ്ഞിട്ടില്ലാത്ത ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ കിട്ടിയാലും നിങ്ങൾ ഇഷ്ടമുള്ള ഡയറക്ഷനിൽ വരച്ചു തുടങ്ങി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ജേർണി കംപ്ലീറ്റ് ചെയ്തിട്ട് അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടീഷൻ പ്രകാരം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ബേസ് മാറ്റി വരയ്ക്കുക. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ അറിയാവുന്ന ടൈപ്പുകളുമാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. When I was going to the office from my house early in the morning, my shadow formed on my left hand side. In which direction is my house from the office? Okay, ഇത് ആക്ച്വലി സൺ ആൻഡ് ഷാഡോ കൺസെപ്റ്റ് എന്നൊരു കൺസെപ്റ്റ് നമുക്ക് പഠിക്കാറുണ്ട്. ഓക്കെ, ഡയറക്ഷനകത്ത് സൺ ആൻഡ് ഷാഡോ കൺസെപ്റ്റ് എന്നൊരു കൺസെപ്റ്റ് പഠിക്കാറുണ്ട്. അതിനകത്തൊരു പാത്ത് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അവർ പറഞ്ഞത് വെൻ ഐ വാസ് ഗോയിങ് ടു ദ ഓഫീസ് ഫ്രം മൈ ഹൗസ്. ഓക്കെ, അയാളുടെ വീട്ടിൽ നിന്ന് അയാളുടെ ഓഫീസിലേക്ക് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നു. എപ്പോഴാണ്, ഇൻ ദ മോർണിംഗ്. ഓക്കെ, മോർണിംഗ് ടൈമിലാണ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത്രയും എന്ത് ചെയ്യുക, ഒരു പാത്തായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വരയ്ക്കാം. അതായത് അയാൾ എന്താണ്, ഓഫീസിലേക്ക് പോവാണ് വീട്ടിൽ നിന്ന്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് ഹൗസാണെന്ന് എടുക്കുവാണ്. ഹൗസിൽ നിന്ന് ഓഫീസിലേക്ക് അയാൾ എന്ത് ചെയ്യുന്നു, ജേർണി സ്റ്റാർട്ട് ചെയ്തു. ഇങ്ങനെയാണ് അയാൾ പോകുന്നത് ജേർണി. ഓക്കെ, വേറെ ലെഫ്റ്റ് റൈറ്റും തിരിയാനൊന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഒറ്റ ലൈനിൽ പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വരയ്ക്കാം, മുകളിലേക്ക് വരയ്ക്കാം, സൈഡ് എങ്ങോട്ടുള്ള വരയ്ക്കാം. ഞാൻ ഇങ്ങനെ ഇത് ഹൗസും ഇത് ഓഫീസായിട്ട് ഇങ്ങനെ അയാൾ പോവാണ്. ഓക്കെ, അങ്ങനെ പോകുന്ന സമയത്ത് മൈ ഷാഡോ ഫോംഡ് ഓൺ മൈ ലെഫ്റ്റ് ഹാൻഡ്. ഓക്കെ, അയാളുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നിങ്ങൾ ആലോചിക്കാം, നിങ്ങൾ ഇങ്ങനെ നടന്നു പോകണമെങ്കിൽ നിങ്ങളുടെ ലെഫ്റ്റ് എവിടെ ആയിരിക്കും, മുകളിലായിരിക്കത്തില്ലേ. മുകളിലാണ് എന്ത് ചെയ്യുന്നത്, ഷാഡോ വരുന്നത്. ഇപ്പോൾ ഇയാളിവിടെ നിൽക്കുവാണെങ്കിൽ ഷാഡോ ഇവിടെയാണ് വീഴുന്ന നോക്കുക. ഇങ്ങനെ നടന്നു പോകുന്ന ആളുടെ ലെഫ്റ്റ് സൈഡിലാണ് ഷാഡോ എന്ന് വെച്ചാൽ ഷാഡോ മുകളിലായിരിക്കും. നിങ്ങൾ ആലോചിക്കാം, നമുക്ക് എപ്പോഴും ഷാഡോ വീഴുന്ന എവിടെയാണ്, ലൈറ്റ് സോഴ്സിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും. ഇപ്പോൾ ഇവിടെയാണ് ലൈറ്റ് ഇരിക്കുന്നെങ്കിൽ എൻ്റെ ഷാഡോ വീഴുന്നത് ഈ സൈഡിലായിരിക്കും അല്ലേ. എൻ്റെ പുറകിലാണെങ്കിൽ ലൈറ്റ് എങ്കിൽ എൻ്റെ ഫ്രണ്ടിലായിരിക്കും എന്ത് ചെയ്യുക, ഷാഡോ. അപ്പം എവിടെയാണോ ഷാഡോ ഉണ്ടായിരിക്കുക അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ആരുണ്ടായിരിക്കും,
ലൈറ്റ് ഉണ്ടായിരിക്കും. ഇവിടുത്തെ ലൈറ്റ് സോഴ്സ് എന്ന് പറഞ്ഞാൽ സൺ ആണ്. ഓക്കെ, അപ്പോൾ ഷാഡോ എവിടെയാണ് വീഴുന്നതെങ്കിൽ സൺ ഇവിടെ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, താഴെയാണ് സൺ ഉണ്ടായിരിക്കുക. ഓക്കെ, നമ്മുടെ നോർമൽ ബേസ് പ്രകാരം നമുക്കറിയാം നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് ഇങ്ങനെ വരിക അല്ലേ. പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ കണ്ടീഷൻ പ്രകാരം നമ്മൾ വരച്ചപ്പോൾ ഇവിടെയാണ് സൺ ഉള്ളത്. ഇത് മോർണിംഗ് ടൈമാണ്. മോർണിംഗ് ടൈമിൽ സൺ എവിടെയായിരിക്കണം? ഈസ്റ്റിലാണ്. അത് താഴെയാണ് എന്ത് ചെയ്യുന്നത്? ഈസ്റ്റ് വരുന്നത് അല്ലേ, കാരണം സണ്ണ് താഴെയല്ലേ. അപ്പം താഴെ ഈസ്റ്റ് വരണം. കണ്ടോ, താഴെ ഈസ്റ്റ് വരുന്ന രീതി നമ്മൾ എന്ത് ചെയ്യണം? ഡയറക്ഷൻ്റെ ബേസ് മാറി. നമ്മൾ തൊട്ട് മുന്നേയുള്ള ക്വസ്റ്റിന് ഡയറക്ഷൻ്റെ ബേസ് മാറ്റിയാണ് ചെയ്തത് അല്ലേ. താഴെ സണ്ണ് വരണമെങ്കിൽ താഴെ ഈസ്റ്റ് ആവണം. ഇവിടെ ഈസ്റ്റ് ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനിങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? നോർത്ത് ഇവിടെ വരും, സൗത്ത് ഇവിടെ വരും, വെസ്റ്റ് ഇവിടെ വരും. ഇനി ഇത് നോക്കി നിങ്ങൾ എന്ത് ചെയ്യണം? ആൻസർ പറയണം. ഓക്കെ, നോക്കുക എന്താ ചോദിക്കുന്നത്? ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് മൈ ഹൗസ് ഫ്രം ദ ഓഫീസ്. ഓഫീസിൽ നോക്കുമ്പോൾ വീട് ഏത് ഡയറക്ഷനാണ്? ഓഫീസിൽ നോക്കുന്നത് നമ്മൾ ഇങ്ങനെ നോക്കണ്ടേ? ഈ ഡയറക്ഷൻ എന്താ ചോദിക്കുന്നത്? ഈ ഡയറക്ഷൻ നോക്കി ഏതാണ്? സൗത്ത് ആണ്. ഓക്കെ, പഴയ ഡയറക്ഷനിലേക്ക് പോകരുത്, കാരണം അത് നമ്മൾ മാറ്റി വരച്ചു കഴിഞ്ഞു. ഇനി ഇത് നോക്കി ആൻസർ പറയാവും. നമ്മുടെ ആൻസർ എന്തായിരിക്കും? സൗത്ത് ആയിരിക്കും. കണ്ടോ, ആൻസർ സൗത്ത് ആണ്. ഇങ്ങനെയാണ് നമുക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഓക്കെ, ഡയറക്ഷൻ്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടും വളരെ എന്താ പറയുക എളുപ്പത്തിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആണ് ഡയറക്ഷൻ്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ്റെ ഉണ്ട് നോക്കാം. A man is facing towards east, then he turns 45° anti-clockwise, again 270° anti-clockwise, then 225° clockwise. In which direction is he facing now? Okay, clockwise anti-clockwise കൺസെപ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ക്ലോക്ക്വൈസ് ആന്റി ക്ലോക്ക്വൈസിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ കിട്ടിയാൽ ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ആയിട്ടൊരു മെത്തേഡാണ്. നമ്മൾ ഈ നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് ഒന്ന് വലുതാക്കി വരച്ചിട്ട് ഇതിനകത്താണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് നമ്മൾ വലുതാക്കി വരച്ചിട്ട് ഇതിനകത്താണ് നമ്മൾ ആയിട്ട് കറക്കുന്നത്. അപ്പോൾ നമുക്കിത് ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കിയാൽ തെറ്റാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ഇവർ പറയുന്നതനുസരിച്ച് ആന്റി ക്ലോക്ക് വൈസിൽ 45° ഉണ്ട് അല്ലേ. ആന്റി ക്ലോക്ക് വൈസിൽ 45° ഉണ്ട്. എഗെയിൻ 270° ഇൻ ആന്റി ക്ലോക്ക് വൈസ് തന്നെയാണ് പറയുന്നത്. അപ്പോൾ 270° ആന്റി ക്ലോക്ക് വൈസ് എന്ത് ചെയ്യുന്നുണ്ട്? പിന്നെ ആൾ തിരിയുന്നുണ്ട്. ഓക്കെ, ആൻഡ് ദെൻ 225° ക്ലോക്ക് വൈസ് എന്ന് പറയുന്നുണ്ട്. പിന്നെ അയാൾ ക്ലോക്ക് വൈസിൽ എന്ത് ചെയ്യുന്നു? 225° തിരിയുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നത് ആന്റി ക്ലോക്ക് വൈസിൽ മൊത്തം എത്രയാണെന്ന് നോക്കും. ഓക്കെ, ആന്റി ക്ലോക്ക് വൈസിൽ മൊത്തം എത്രയാണെന്ന് വെച്ചാൽ 315° വരുന്നുണ്ട്. ഓക്കെ, ക്ലോക്ക് വൈസിൽ മൊത്തം 225° ഉള്ളൂ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതിൻ്റെ ഡിഫറൻസ് എടുക്കും. ഓക്കെ, ഇതിൻ്റെ ഡിഫറൻസ് എടുക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഡിഫറൻസ് വരുന്നത് 90° ആണ്. അപ്പോൾ അങ്ങനെ നമ്മൾ വെറുതെ 45°യും 270°യും 225° അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കുന്നതിന് പകരം 90° മാത്രം കറക്കിയാൽ നമ്മൾ അയാളെ നമ്മൾ 90° മാത്രം കറക്കുന്നുള്ളൂ. ഇനി എങ്ങോട്ട് കറക്കുന്നു നോക്കണം. നമുക്ക് ടോട്ടലിൽ വലിയ വാല്യൂ ഏതാണ്? 315° ആണ്. അത് എവിടെയാണ്? ആന്റി ക്ലോക്ക് വൈസ് അല്ലേ. അപ്പോൾ ആന്റി ക്ലോക്ക് വൈസ് നമ്മൾ എന്ത് ചെയ്യണം? 90° അയാളെ കറക്കണം. ഓക്കെ, ഫസ്റ്റ് അയാൾ എങ്ങോട്ടാണ് നോക്കിയത്? ഫേസിങ് ടുവേർഡ്സ് ഈസ്റ്റ്. ഓക്കെ, ഈസ്റ്റിലേക്കാണ് അയാൾ ഫേസ് ചെയ്യുന്നത്. ഓക്കെ, ഇതെങ്ങനെയാണ് നിന്നത്? ഈസ്റ്റിലേക്കാണ് അയാൾ ഫേസ് ചെയ്യുന്നത്. ഈസ്റ്റിലേക്ക് ഫേസ് ചെയ്യുന്ന ആളെ ഞാൻ എന്ത് ചെയ്താൽ മതി? 90° ആന്റി ക്ലോക്ക് വൈസ് മാത്രം തിരിച്ചാൽ മതി. അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കി വെറുതെ സമയം കളയരുത്. 90° ആന്റി ക്ലോക്ക് വൈസ് മാത്രം. നമുക്ക് ആന്റി ക്ലോക്ക് വൈസിന്റെ ഈ ഒരു ഡയറക്ഷനാണ്. ഈ ഒരു ഡയറക്ഷൻ ആന്റി ക്ലോക്ക് വൈസ്. അപ്പോൾ 90 ആപ്പോൾ ഇവിടെ എത്തും, ഇവിടെ എത്തും അല്ലേ. കണ്ടോ, ഇതായിരിക്കും ഇയാളുടെ ഇപ്പോഴത്തെ ഡയറക്ഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പം അതെന്താ വരുന്നത്? നോർത്ത് ഡയറക്ഷൻ കിട്ടും. അപ്പോൾ ആൻസർ നോർത്ത് ആയിരിക്കും. വളരെ സിമ്പിളായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ആന്റി ക്ലോക്ക് വൈസിൽ ടോട്ടൽ എടുക്കുന്നു, ക്ലോക്ക് വൈസിൽ ടോട്ടൽ എടുക്കുന്നു, ഡിഫറൻസ് എടുക്കുന്നു. എന്നിട്ട് ഏതാണോ കൂടുതൽ വാല്യൂ എടുക്കുന്നത് അത് ആ ഡയറക്ഷനോടെ അങ്ങ് എടുക്കും. കഴിഞ്ഞു. ഓക്കെ, ഇങ്ങനെ നമുക്ക് എന്താണ് ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസിന്റെ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ നമുക്ക് എന്താണ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഡയറക്ഷൻ്റെ ഒരു കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ക്വസ്റ്റൻ. നമ്മളിപ്പം ഞാൻ പറഞ്ഞു അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ നമ്മൾ നോക്കുന്ന സമയത്ത് ബാക്കിയുള്ള എക്സാമ്പിളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ കഴിഞ്ഞ CHSL ടയർ 1 കണ്ടില്ല. ഓക്കെ, അത് പക്ഷേ നമുക്ക് അത് വന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്രാവശ്യത്തിൽ ചോദിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. ഇപ്രാവശ്യം വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. കാരണം ഡയറക്ഷനും ബ്ലഡ് റിലേഷനൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ടോപ്പിക്കിലാണ്. അതുകൊണ്ട് തന്നെ ഡയറക്ഷൻ്റെ ക്വസ്റ്റൻ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ ചോദിക്കത്തില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ചോദിക്കുവാണെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്കോർ ചെയ്യാൻ സാധിക്കും എന്നൊരു പ്രത്യേകത ഡയറക്ഷൻ്റെ ക്വസ്റ്റൻ ഉണ്ട്. ഓക്കെ, ഇനി മിസ്സിംഗ് നമ്പർ അല്ലെങ്കിൽ നമ്പർ സീരീസ്. ഓക്കെ, നിങ്ങൾ കുറച്ചധികം നിങ്ങൾ ചെയ്ത് പഠിക്കേണ്ട ഒരു ടോപ്പിക്കിൽ ഒന്നാണ് സീരീസ് ഞാൻ പറയും. ഓക്കെ, നമുക്ക് SSC എക്സാമുകളിൽ എന്താ പറയുക കുറച്ച് ടോപ്പിക്കുകളുണ്ട് നമുക്ക് സ്പെസിഫൈ ചെയ്ത് പഠിക്കേണ്ട അല്ലെങ്കിൽ സ്പെസിഫൈ ചെയ്ത് പ്രാക്ടീസ് ചെയ്യേണ്ട ചില ടോപ്പിക്കുകളുണ്ട്. അതിലൊന്നാണ് ഈ സീരീസ് എന്ന് പറയുന്നത്. നമുക്ക് അതുപോലെ വരുന്ന ടോപ്പിക്കാണ് കോഡിംഗ് ഡീകോഡിംഗ് എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് അനലോഗ് എന്നൊരു ടോപ്പിക്കുണ്ട്. ഇതെല്ലാം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഒരു ടോപ്പിക്കാണ് സീരീസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്പർ സീരീസ് അഥവാ മിസ്സിംഗ് നമ്പർ എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് നമുക്കൊരു 4-5 നമ്പർ തന്നിട്ട്
നെക്സ്റ്റ് വരുന്ന നമ്പർ ആര് എന്ന് കണ്ടുപിടിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണിത്. ഓക്കെ, 4 നമ്പർ നമുക്ക് തന്നിട്ട് നെക്സ്റ്റ് ആര് വരുന്നു എന്ന് കണ്ടുപിടിക്കുന്ന ക്വസ്റ്റൻ ആണ്. അപ്പം പൊതുവെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്കും പലരും ഒരുപാട് ടൈം എടുക്കുന്നു എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ കേട്ടോ. ഒരുപാട് ടൈം എടുക്കും, കാരണം അവരങ്ങനെ അധികം പ്രാക്ടീസ് ചെയ്ത ആൾക്കാരായിരിക്കും. ഓക്കെ, നല്ലപോലെ തന്നെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് നമ്പർ കാണുമ്പോൾ പെട്ടെന്ന് ഇതിങ്ങനെ ആയിരിക്കും എന്നൊരു ഐഡിയ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. കാരണം ഇവിടെ നമുക്കിത് സീരീസ് വരുന്നത് നമ്പേഴ്സ് കൂട്ടി ഒരു പെർട്ടിക്കുലർ നമ്പർ കൂട്ടി വരുന്നതാണ് ആകാം, കുറഞ്ഞു വരുന്നതാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും നമ്പർ ഗുണിച്ച് വരുന്നതാകാം, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്ത് വരുന്നതാകാം, അല്ലെങ്കിൽ ഈ ഡിവൈഡ് ചെയ്ത് വരുന്നതും ഗുണിച്ച് വരുന്ന അല്ലെങ്കിൽ കൂട്ടി വരുന്ന കുറച്ച് വരുന്ന നമ്പേഴ്സിൻ്റെ പ്രത്യേകതകൾ ഉണ്ടായിരിക്കും. നമ്പേഴ്സിന് ഒരു എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടായിരിക്കും. ഈ കൂടി വരുന്ന നമ്പേഴ്സിന് സ്ക്വയർ ആകാം, ക്യൂബ് ആകാം, അല്ലെങ്കിൽ പ്രൈം നമ്പർ കൺസെപ്റ്റ് യൂസ് ചെയ്യാം. അങ്ങനെ ഒരുപാട് കൺസെപ്റ്റുകൾ നമുക്ക് ഇതിനകത്ത് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾക്ക് എന്താണ് ഒരു എക്സാമിന് പോകുമ്പോൾ ഇതിങ്ങനെ വന്നിട്ട് നമ്മൾ ലോജിക്ക് ബേസ്ഡ് ക്വസ്റ്റൻ ആണ് കേട്ടോ. ഇതൊക്കെ ലോജിക്ക് ബേസ്ഡ് ക്വസ്റ്റൻ ആണ്. നമ്മൾ ആലോചിച്ച് നോക്കണം. ഓക്കെ, ഇതിങ്ങനെ വരുമോ, നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടല്ലോ, അപ്പോൾ ഇതിങ്ങനെ ആയിരിക്കുമോ എന്നുള്ളത് ഇതിങ്ങനെ ആലോചിച്ച് നോക്കിയാണ് ചെയ്യുന്നത്. ലോജിക്ക് കണ്ടുപിടിക്കാനാണ് സമയം എടുക്കുന്നത്. അതായത് നമുക്ക് എങ്ങനെ 42 163 ആയി, എങ്ങനെ 160 307 ആയി, എങ്ങനെ 307 476 ആയി, ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആവശ്യം. ഓക്കെ, അതൊന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ലോജിക്ക് ഒന്ന് കണ്ടുപിടിച്ചാൽ നമുക്ക് നെക്സ്റ്റ് ആളെ നമുക്ക് എന്താണ് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, പൊതുവേ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചധികം വലിയ ഡിഫറൻസ് വരുന്ന രീതിയിൽ നമ്പേഴ്സ് കൂടി പോവുകയാണെങ്കിൽ മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ എന്തെങ്കിലും സംഭവിക്കുന്ന ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അല്ലാണ്ട് അടുത്തടുത്തുള്ള നമ്പേഴ്സാണ് ഒരുപാട് ഡിഫറൻസ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഡിഫറൻസ് എടുത്ത് നോക്കാൻ പറ്റും, അല്ലെങ്കിൽ ഡിഫറൻസ് ഓഫ് ഡിഫറൻസ് എടുത്ത് നോക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് ഇവിടെ വരുന്ന നമ്പർ ഏത് കണ്ടുപിടിക്കാൻ ലോജിക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ നോക്കാം. നിങ്ങൾ നോക്കിയതിന് ശേഷം എന്ത് ചെയ്യാം, എക്സ്പ്ലനേഷൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ലോജിക്ക് എങ്ങനെ വന്നൊരു ഐഡിയ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ഞാൻ ആദ്യം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം നമ്പർ 42 160, അപ്പം നിങ്ങൾ ഒരുപാട് ഡിഫറൻസ് വരുന്നത് തോന്നുന്നുണ്ട്. അപ്പം 42-ന് നമ്മൾ ഏതോ ഒരു വലിയ നമ്പർ കൊണ്ട് അല്ലെങ്കിൽ ഏതൊരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പറാണ് 163 നമുക്ക് തോന്നും. പക്ഷേ 160 നിന്ന് 307 പോകുമ്പോഴും ഒരു ചെറിയൊരു മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് അവിടെ തോന്നുന്നുണ്ട്. പക്ഷേ 307 നിന്ന് 476 പോകും ഒരു മൾട്ടിപ്ലിക്കേഷൻ വരുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നത്തില്ല. ഓക്കെ, കാരണം 307 ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന തന്നെ 600 സംതിങ് വാല്യൂ ആവും അല്ലേ. ഉറപ്പായിട്ടും അത് മൾട്ടിപ്ലിക്കേഷൻ അല്ല നിങ്ങൾക്ക് അവിടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ കൂടി പോവാണ്. അപ്പോൾ കൂടി പോകുന്ന നമ്പേഴ്സിന് എന്തോ പ്രത്യേകത ഉണ്ടായിരിക്കും, അത് വേണം മനസ്സിലാക്കാനായിട്ട്. അങ്ങനെയാണ് നമ്മുടെ നമ്പർ ഇട്ട് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഡിഫറൻസ് എടുത്ത് നോക്കാം. ഓക്കെ, ഇപ്പം ഞാൻ 42 163 ഞാൻ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഡിഫറൻസ് എന്ത് വരും നോക്കുക. 31 642 121 എന്ന് വരും. ഓക്കെ, 121 പ്രത്യേകിച്ച് ഒന്നും നമുക്ക് തോന്നുന്നൊന്നുമില്ല. ഓക്കെ, ജസ്റ്റ് ഒരു നമ്പർ അതിന് ഡിഫറൻസ് എടുക്കുമ്പോൾ 121 വരുന്നു. തൊട്ട് അടുത്ത നമ്പറായിട്ട് ഞാൻ ഡിഫറൻസ് എടുത്ത് നോക്കുകയാണ്. ഓക്കെ, ഈ രണ്ട് നമ്പേഴ്സാണ് ഞാൻ ഡിഫറൻസ് എടുത്ത് നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിഫറൻസ് എടുക്കുന്ന സമയത്ത് 4 1 144 എന്ന് കിട്ടുന്നു, 144 എന്ന് കിട്ടുന്നു. ഓക്കെ, തൊട്ട് അടുത്ത നമ്പറോടെ ഞാൻ നോക്കുകയാണ് 307 476 ഡിഫറൻസ് എടുത്ത് നോക്കുകയാണ്. ആ ഒരു ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 169 എന്നാണ് ഇടുന്നത്. ഓക്കെ, അപ്പോൾ ഇതുവരെ നമ്മൾ നോക്കിയപ്പോൾ ഡിഫറൻസ് എടുത്ത് നോക്കിയപ്പോൾ ആ നമ്പേഴ്സ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകണം ഇതെല്ലാം എന്താണ്, സ്ക്വയർ നമ്പേഴ്സ് ആണ്. ഇത് 11ന്റെ സ്ക്വയർ ആണ്, ഇത് 12ന്റെ സ്ക്വയർ ആണ്, ഇത് 13ന്റെ സ്ക്വയർ ആണ്. അപ്പോൾ 11 മുതലുള്ള സ്ക്വയർ നമ്പേഴ്സ് ഇങ്ങനെ കൂട്ടി പോവാണ്. ആ കൂടുന്നതിനൊരു ഓർഡർ ഉണ്ട് കേട്ടോ. അപ്പം നെക്സ്റ്റ് നമ്മൾ ഉറപ്പായിട്ടും ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ആരായിരിക്കും കൂടുക, 14ന്റെ സ്ക്വയർ ആയിരിക്കും. 14ന്റെ സ്ക്വയർ എന്തായിരിക്കും, 196 ആണ്. 196 ആയിരിക്കും എന്ത് ചെയ്യുക അവിടെ കൂടി വരുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. നമ്പേഴ്സ് കണ്ട് നമ്മൾ മനസ്സിലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 196. ഓക്കെ, അപ്പോൾ നിങ്ങൾ 196 ഒന്ന് കൂട്ടി നോക്കുക. ഓക്കെ, ഇപ്പോൾ നോക്കും 12 2 ദിവസം 2 നമ്പർ ഉണ്ട്. ഓക്കെ, അപ്പോൾ 6 6 12 വരും, 2 8 9 7 വരും, 1 വരും, 672 നമുക്ക് ആൻസർ കിട്ടും കേട്ടോ. 672 ഇങ്ങനെയാണ് നമ്മൾ ആൻസറിലേക്ക് പോകുക. അപ്പം മിസ്സിംഗ് നമ്പർ അല്ലെങ്കിൽ സീരീസ്, നമ്പർ സീരീസ് എന്ന് പറയുന്നത് കുറച്ച് നമുക്ക് എക്സാമിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും കുറച്ച് ലെവൽ കൂടിയ അല്ലെങ്കിൽ നമ്മളെ പിടിച്ചിരുത്താൻ ചാൻസ് ഉള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കാം. കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് നിങ്ങൾക്ക് തോന്നുവാണ്, നിങ്ങൾ ആദ്യം ഒന്ന് ഡിഫറൻസ് എടുത്ത് നോക്കാം, ഇല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കുക, ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന ലോജിക്ക് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് കിട്ടുന്നില്ല എങ്കിൽ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കുക ആ ക്വസ്റ്റ്യൻ. ഓക്കെ, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് കഴിഞ്ഞ് വന്നിട്ട് മാത്രം എന്ത് ചെയ്യാം, പിന്നീട് ആ ക്വസ്റ്റ്യൻ നോക്കുക. നമ്മൾ ഒരു പ്രാവശ്യം നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ പിന്നെയും നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ ലോജിക്കിലോട്ട് എത്താൻ ചിലപ്പോൾ സമയം എടുക്കും. നമ്മൾ വീണ്ടും അത് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുക. നമ്മൾ നേരത്തെ ആലോചിച്ച കാര്യങ്ങൾ തന്നെ വീണ്ടും കയറി വരും. പക്ഷേ നമ്മൾ ബാക്കി ക്വസ്റ്റ്യനൊക്കെ ചെയ്ത് ടെൻഷൻ ഫ്രീ ആയിട്ടിരുന്ന് പിന്നെയും നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് എന്താണ് ആ ലോജിക്ക് കിട്ടും. അപ്പോൾ നമ്മൾ മെയിനായിട്ടും ടൈം വേസ്റ്റ് ചെയ്യാൻ നോക്കണം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ. ഓക്കെ, പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധമുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കുമ്പോൾ തന്നെ അത്യാവശ്യം പാറ്റേൺസ് നമുക്ക് കിട്ടും. ആ പാറ്റേൺസ് ഒക്കെ തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാം, അല്ലെങ്കിൽ അതിൻ്റെതായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രാക്ടീസ് എന്താണ് ലോജിക്കുകൾ ചോദിക്കാം. അവിടെ നമുക്ക് കിട്ടും, നമുക്ക് ആൻസർ ഉറപ്പായിട്ട് കിട്ടും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ.
നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് നോക്കുക, നിങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുക, കുറച്ച് സമയം എടുത്താലും കുഴപ്പമില്ല. കണ്ടുപിടിച്ചതിന് ശേഷം എന്ത് ചെയ്യാം, എക്സ്പ്ലനേഷൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ നോക്കുന്ന സമയത്ത് 46 51 51 76 76 201 201 826. ഓക്കെ, അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് കുറച്ച് അധികം വലിയ നമ്പറൊക്കെ ആയിട്ട് കൂടുന്നുണ്ട് അല്ലേ. 200 826 ആകുമ്പോഴത്തേക്കും എന്തോ ഒരു വലിയ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ ആദ്യം ഒന്നും ആ ഒരു മൾട്ടിപ്ലിക്കേഷൻ ലെവൽ വരുന്നില്ല. ഓക്കെ, ഇവിടെ നിങ്ങൾ 46 ഇൻറ്റു 1 പ്ലസ് സം വാല്യൂ വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ 51 ഇൻറ്റു 2 എന്നൊരു കൺസെപ്റ്റിലേക്ക് ഇവിടെ പോകുന്നില്ല. 1.5 എടുത്താലും ഏകദേശം വ്യത്യാസമൊന്നും വരുന്നില്ല. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ ഡിഫറൻസ് എടുത്ത് നോക്കാം നമുക്ക് ആദ്യം. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഡിഫറൻസ് എടുത്ത് നോക്കുക, ചിലപ്പോൾ ഡിഫറൻസ് തന്നെ ചിലപ്പോൾ എന്തെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 46ഉം 51ഉം നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടെ വരുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ, 46ഉം 51 എടുക്കുമ്പോൾ നമുക്ക് വരുന്ന ഡിഫറൻസ് 5 ആണ്. ഓക്കെ, അതുപോലെ 51ഉം 76 ഞാൻ എടുത്ത് നോക്കുകയാണ്. ഓക്കെ, അവിടെ വരുന്ന ഡിഫറൻസ് എന്താണ്, 25 ആണ് വരുന്നത്. ഓക്കെ, 51ഉം 76ഉം വരുമ്പോഴത്തേക്കും 25 വരുന്നുണ്ട്. 76ഉം 201 നോക്കാം, കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ 200 76 കുറയ്ക്കാം, പിന്നെ ഒന്ന് ആഡ് ചെയ്താൽ മതി. ഓക്കെ, 200 76 200 70 അപ്പോൾ 130 ആയി, 6 പോകുമ്പോഴത്തേക്കും 124 പ്ലസ് ഒന്നാകുമ്പോൾ 125 ആണ്. അപ്പോൾ ഈ ഡിഫറൻസ് എടുക്കുമ്പോൾ 125 വരുന്നത്. ഓക്കെ, ഇനി എന്താ ഈ ഡിഫറൻസ് എടുക്കുന്ന സമയത്ത് എനിക്ക് വരുന്നത് 625 എന്നാണ് വരുന്നത്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആദ്യത്തെ 2-3 നമ്പർ ആയപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായിട്ടുണ്ടായിരിക്കും. ഇവിടെ നിങ്ങൾ 5 ആണ്, ഇത് 5ന്റെ സ്ക്വയർ ആണ്, ഇത് 5ന്റെ ക്യൂബ് ആണ്, ഇത് 5⁴ ആണ്. ഇങ്ങനെ പോവുകയാണ്. 5⁴1 5⁴2 5³ 5⁴. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നെക്സ്റ്റ് വരുന്നത് നമുക്ക് ചില സമയത്ത് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇവിടെ ലാസ്റ്റ് 6 ആയതുകൊണ്ട് ഇനി എന്തായാലും നെക്സ്റ്റ് ഒരു നമ്പർ എന്ന് പറഞ്ഞാൽ ഇൻറ്റു 5 അല്ലെങ്കിൽ 5⁵ ആണ്, അല്ലെങ്കിൽ 625 ഇൻറ്റു 5 ആണ് അടുത്ത നമ്പർ വരുന്നത്, ഈ ഇവിടുത്തെ ഡിഫറൻസ് വരുന്നത്. അപ്പോൾ ലാസ്റ്റ് നമ്പർ 5 ആണല്ലോ. ലാസ്റ്റ് നമ്പർ 5 ആകുമ്പോൾ 5 + 6 1 ആണ് നമുക്കറിയാം. ഓപ്ഷനിൽ ലാസ്റ്റ് ഓപ്ഷനിൽ 1 വരുന്ന ഒരു ഓപ്ഷനെ ഉള്ളുവായിരുന്നെങ്കിൽ ഡയറക്റ്റ് നമുക്ക് എടുക്കാമായിരുന്നു. പക്ഷെ ഇവിടെ എടുക്കാൻ പറ്റില്ല, 2 ഓപ്ഷന് 1 ഉണ്ട്. നമ്മൾ മാത്സിൽ പഠിക്കുന്ന ചില ട്രിക്സുകളാണ് അതൊക്കെ, കോണ്ടിൻ്റെ പാർട്ടായിട്ട് നിങ്ങൾ പഠിക്കുന്ന ട്രിക്സുകളാണ്. ഞാൻ ജസ്റ്റ് ഇവിടെ പറഞ്ഞേ ഉള്ളൂ. നോക്കാം, 625 ഇൻറ്റു 5 നമുക്ക് നോക്കാം. 25 3125 ആണ് ആഡ് ചെയ്യേണ്ടത് അല്ലേ. 3125 ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് വരും, 1 5 2 9 3 3951 ആണ് വരുന്നത് അല്ലേ. നമ്മുടെ ആൻസർ 395. ലോജിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ ഒരുപാട് സമയം എടുക്കില്ല, നമ്മൾ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പോയാൽ മതി, നമ്മുടെ ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം. ഈ ക്വസ്റ്റ്യൻ നോക്കി, ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ലോജിക്കാണ്. ചിലപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ലോജിക്ക് അല്ല, ചില വ്യത്യാസം വരുന്ന ടൈപ്പ് ഓഫ് ലോജിക്കാണ്. പെട്ടെന്ന് കിട്ടുക, ചിലപ്പോൾ കിട്ടത്തില്ല, ചിലർക്ക് പെട്ടെന്ന് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം ഈ ഒരു ക്വസ്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന്. നിങ്ങൾ നോക്കിയിട്ട് ഒന്ന് എക്സ്പ്ലനേഷൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്പേഴ്സ് ഇതിനകത്ത് തന്നെ ആഡ് ചെയ്ത് പോവാണ്. അതായത് നിങ്ങൾ നോക്കിയാൽ 3 + 4 ആണ് 7 എന്ന് പറയുന്നത്. ഓക്കെ, 4 + 7 ആണ് 11 എന്ന് പറയുന്നത്. 11 + 7 ആണ് 18 എന്ന് പറയുന്നത്. 18 + 11 ആണ് 29. ഇവിടെയുള്ള നമ്പേഴ്സ് ഇങ്ങനെ കൂട്ടി പോവാം. നെക്സ്റ്റ് നമ്പർ വരുമ്പോഴത്തേക്കും തൊട്ട് മുന്നിലുള്ള നമ്പറായിട്ട് കൂട്ടി പോവാണ്. അപ്പോൾ 18 + 29 അപ്പോൾ നമുക്ക് എന്താണ് ആൻസർ ആയി കഴിഞ്ഞു. ഓക്കെ, 18 + 29 അപ്പോൾ എന്തായാലും 7 വെച്ച് അവസാനം നമ്പർ ആയിരിക്കും. 47 ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യാം ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ലോജിക്ക് വളരെ സിമ്പിൾ ആണ്. പക്ഷെ നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കത്തില്ല. നമ്മൾ ഡിഫറൻസ് എടുത്ത് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ആലോചിച്ചുകൊണ്ടിരിക്കും, അപ്പോൾ നമുക്ക് ചിലപ്പോൾ കിട്ടത്തില്ല. പക്ഷേ ഇതിങ്ങനെ വളരെ സിമ്പിൾ, ഡിഫറൻസ് എടുത്താലും ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇതിങ്ങനെ വരുന്ന ലോജിക്കാണ്. നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ, ഇത് കുറച്ച് വലിയൊരു നമ്പറായിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ അറിയാം എന്തോ ഒരു വലിയ നമ്പറായിട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പം വെറുതെ സിംപ്ലി എന്തെങ്കിലും നമ്പർ കൂട്ടുന്നതായിട്ടല്ല അവിടെ ആക്ച്വലി ആദ്യം മുതലേ ഒരു എന്താണ് വലിയ നമ്പറായിട്ട് പോകുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നാൻ പറ്റും. ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്തോ, 59ഉം 118 ജസ്റ്റ് നിങ്ങൾ ആ നമ്പർ ഒരുപാട് കണ്ട് ശീലമാവുന്നവർക്ക് വലിയ പ്രശ്നമില്ല കേട്ടോ, പെട്ടെന്ന് കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, 59ഉം 118 നമുക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ഇൻറ്റു 2 ആണ് 118 എന്ന് പറയുന്നത്. 59 ഇൻറ്റു 2 ആണ് 118 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും എങ്കിൽ 118 ഇൻറ്റു 2 ആണോ 354 നമ്മൾ നോക്കും. 118 ഇൻറ്റു 3 അല്ല എന്താണെന്ന്, സോറി 2 അല്ല എന്ന് പറയുന്നത് 354 എന്നാണ്. പക്ഷേ 118നെ ഇൻറ്റു 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 354 കിട്ടും. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുമ്പോൾ 2ഉം 3 ആയി. അപ്പോൾ നെക്സ്റ്റ് എന്താകാം, 4 ആകാം വേണമെങ്കിൽ. പക്ഷേ നിങ്ങൾ നോക്കുക 354ഉം 708ഉം ആണ്. അവിടെ പക്ഷെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും 3 അല്ല 4 അല്ല വരുന്നത്, അവിടെ എന്താ വീണ്ടും 2 ആണ് വരുന്നത്.
അപ്പോൾ നമുക്ക് കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ എത്തുമ്പോൾ തന്നെ കാര്യം മനസ്സിലാവും. ഓൾട്ടർനേറ്റീവ് ആയിട്ട് എന്ത് ചെയ്യണം? ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 2 എന്ന് പറയാം. അപ്പോൾ ഇവിടെ നെക്സ്റ്റ് ഇൻറ്റു 3 ആണോ ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യുക. ആണ്. ഇൻറ്റു 8 ഇൻറ്റു 3 24 വരും. 24 21 21 കണ്ടോ? അവിടെ ഇൻറ്റു 3 ആണ്. അപ്പം ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 3 ഈ ഒരു പാറ്റേണിൽ പോകണം. അപ്പം നെക്സ്റ്റ് അപ്പോൾ എന്തായിരിക്കും? ഇൻറ്റു 2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇൻറ്റു 2 ആകുമ്പോൾ നമുക്ക് എന്ത് വരും? 8 വെച്ച ദിവസം 2 നമ്പർ ഉണ്ട്. 8 2 4248 ആയിരിക്കും ആൻസർ വരിക അല്ല. 4248 എന്നായിരിക്കും ആൻസർ വരിക. ഓക്കെ, അങ്ങനെ ഇങ്ങനെ പല പാറ്റേൺസ് നമുക്ക് എന്താണ് നമ്പർ സീരീസിൻ്റെ ക്വസ്റ്റ്യൻസ് വരാം. ഇത് കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ഞാൻ എടുത്തതാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ഷൻ വളരെ സിമ്പിൾ ടോപ്പിക്കാണ്. ഇന്നത്തെ ടോപ്പിക്കിലെ ഡയറക്ഷൻ വളരെ സിമ്പിൾ ടോപ്പിക്കാണ്. നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും, വലിയ ബുദ്ധിമുട്ടില്ല. സ്പീഡ് ആക്കി എടുക്കുക, അതാണ് നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം. മിസ്സിംഗ് നമ്പർ അല്ലെങ്കിൽ നമ്പർ സീരീസ് എന്ന ടോപ്പിക്ക് നിങ്ങൾ എടുക്കുന്ന സമയത്ത് നല്ലപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കുക. അതിപ്പം CHSL പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ കൂടിയും CGL ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റനും MTSന്റെ പ്രീവിയസ് ക്വസ്റ്റനും അതുപോലെ CPIക്ക് ചോദിച്ച ക്വസ്റ്റനും റെയിൽവേക്ക് ചോദിച്ച ക്വസ്റ്റനും എല്ലാത്തിൻ്റെയും നമ്പർ സീരീസിൻ്റെ ക്വസ്റ്റ്യൻസ് അത് ചലഞ്ചിങ് ആയിരിക്കും. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചലഞ്ചിങ് ആയിരിക്കും. നിങ്ങൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ഉടനെ പോയി ഓപ്ഷനും ആൻസർ നോക്കാൻ നിൽക്കരുത്. കണ്ടുപിടിക്കാൻ തന്നെ ശ്രമിക്കുക മാക്സിമം. നിങ്ങൾ കുറേ അതങ്ങനെ ശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സാമിന് വരുമ്പോഴും നിങ്ങൾക്ക് ആ ഒരു ശ്രമിക്കാനുള്ള അല്ലെങ്കിൽ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി എപ്പോഴും കൂടുതലായിരിക്കും. ഓക്കെ, അതേസമയം നിങ്ങൾ പെട്ടെന്ന് നോക്കിയിട്ട് ഇത് കിട്ടുന്നില്ല എൻ്റെ ആൻസർ എന്നാ നോക്കാം, ഇങ്ങനെ നോക്കുന്നവർക്ക് അത് ഭയങ്കര പാടായിരിക്കും എക്സാമിന് വരുന്ന സമയത്ത്, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ. ഓക്കെ, മാക്സിമം ക്വസ്റ്റ്യൻസ് നല്ലപോലെ പ്രാക്ടീസ് ചെയ്തിട്ട് എക്സാമിന് വരുമ്പോൾ നമുക്ക് എന്താണ് ഇത് ഇന്ന ലോജിക് ആണോ, നമ്മൾ ഇങ്ങനത്തെ ലോജിക് കണ്ടിട്ടുണ്ടല്ലോ, ഇതിങ്ങനെ ആലോചിച്ച് നിങ്ങൾ എന്ത് ചെയ്യാം കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കാം. പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഈ പറയുന്ന സീരീസിനെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, അപ്പോൾ നല്ലപോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. ബാക്കിയുള്ള ടോപ്പിക്സുമായിട്ട് നമുക്ക് ഇനിയും കാണാം. ബാക്കി നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ പോകുന്നുണ്ട്. യൂട്യൂബിൽ പോകുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ മാക്സിമം ബാക്കിയുള്ള എന്താ പറയുക ക്ലാസ്സസ് കാണുകയും അല്ല അതുപോലെ തന്നെ ഏതെങ്കിലും ടോപ്പിക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്ലാസ് യൂട്യൂബിനകത്ത് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ പെയ്ഡ് ക്ലാസ് ഉണ്ടായിരിക്കും. ഇതെല്ലാം നിങ്ങൾ കണ്ട് ഒന്ന് ബേസ് ഓക്കെ ആക്കിയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മാക്സിമം മോക്ക് ടെസ്റ്റ് തന്നെ പ്രാക്ടീസ് ചെയ്യണം. നല്ലപോലെ തന്നെ മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യാം. ഞാൻ ഈ എടുത്ത് പറയുന്ന ടോപ്പിക്കുകൾ റീസണിങ്ങിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യുക സെപ്പറേറ്റ് എന്ത് ചെയ്യുക പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.